ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ എഴുതാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു നോർമൽ വരച്ചു. ഇനി എന്താണ് വരയ്ക്കുന്നത്? ഒരു റേ വരയ്ക്കുകയാണ്. ആ റേ എന്ന് പറയുന്നത് ആരോ ഇൻവേർഡ് കാണിക്കുന്നു, സോ ഇൻസിഡൻറ്റ് റേ ആണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് എന്താണ്? അടുത്ത ഒരു റിഫ്രാക്റ്റഡ് റേ ആണ് കാണിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റഡ് റേ വരയ്ക്കുമ്പോഴത്തേക്കും അത് ഔട്ടാണ്, അപ്പോൾ ആരോ പുറത്തോട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ട് ആംഗിൾസും ജസ്റ്റ് കാണിക്കുന്നുണ്ട്. എൻ ഡാഷ് എന്ന് നമുക്ക് നോർമലിന് നെയിം ചെയ്യാം. നമ്മുടെ ഇൻസിഡൻറ്റ് വന്ന പോയിന്റ് എ, പിന്നെ അത് ടച്ച് ചെയ്യുന്നത് ബി, പുറത്തോട്ട് പോകുന്നത് സി, അങ്ങനെ ഇത്രയും നെയിം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. സോ ഇത് നോക്കുമ്പോൾ ഇത് ഇൻസിഡൻ്റ് ആയിട്ട് വന്നത് ആരോ കണ്ടോ, ഇൻവേർഡ് ആണ്. അപ്പോൾ ഈ ആരോ ഉള്ളിലോട്ടാണ് വരുന്നതെങ്കിൽ അത് ഇൻസിഡൻ്റ് ആയിട്ടുള്ള റേ ആണ്. സോ നമുക്ക് എ ബി എന്തെന്ന് വിളിക്കാം? എ ബിയെ നമുക്ക് ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കാം. കാര്യം ആരോ ഇൻവേർഡ് ആണ്, സോ അത് ഇൻസിഡൻറ്റ് റേ ആണ്. അങ്ങനെ വേണം നോക്കാൻ. ഇനി അടുത്ത എന്താണ് ചിന്തിക്കേണ്ടത്? ഇനി അടുത്ത നോക്കേണ്ടത് നമ്മുടെ നെക്സ്റ്റ് റേ, റിഫ്രാക്റ്റഡ് റേ എങ്ങനെയാണ് പോകുന്നത്? പുറത്തോട്ടാണല്ലോ പോകുന്നത്. സോ പുറത്തോട്ടുള്ള ആരോ കൊടുത്തിട്ടുണ്ട്, സോ അത് റിഫ്രാക്റ്റഡ് റേ ആണ്. അതിനെ നമുക്ക് നെയിം ചെയ്യാം ബി സി എന്ന് പറയാം, അല്ലേ? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ആരാണ്? ഈ ഫിഗറിൽ നിന്ന് ബി സി ആണ് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാന്നുള്ളത് ആംഗിൾസ് ആണ്. അപ്പം ആംഗിള് നോർമലിനെ വിത്ത് റെസ്പെക്റ്റ് വേണം എപ്പോഴും ആംഗിൾ നോക്കാൻ വേണ്ടി. വിത്ത് റെസ്പെക്റ്റ് നോർമലാണ് ആംഗിൾ നോക്കാൻ. നോർമലിൽ നിന്ന് നോക്കണം, നോർമലിൽ നിന്ന് വരച്ച് നോക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. സോ ഇത് വരയ്ക്കുമ്പോഴത്തേക്കും എൻ ബി എ എന്നുള്ളൊരു പോർഷൻ നമ്മൾ കാണുന്നുണ്ട്. എന്നും ബിയും പിന്നെ അത് എയും. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഈ മൂന്ന് ലെറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ സെൻറ്റർ ആംഗിളായി, അല്ലേ? അതിനെ ഐ എന്നും വിളിക്കാമല്ലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഐ, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഐ ആണ്. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ നെയിമിങ് കൊടുത്ത് ചെയ്യുക. അപ്പോൾ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? എന്നിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ നമുക്ക് എ എന്ന് എഴുതാം. എ, ഓക്കെ, എ ബി പിന്നെ എൻ. നമുക്ക് എ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം എ ബി എൻ, ആംഗിൾ എ ബി എൻ. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ ബി എ, ആംഗിൾ എൻ ബി എ. എങ്ങനെ വേണോ നെയിം ചെയ്യാം, എങ്കിൽ ഒരു നെയിം കൊടുക്കുക. ഇനി ആംഗിൾ 6 നോക്കാം. അതായത് റിഫ്രാക്റ്റഡ് ആംഗിളാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നതാണ് ആംഗിൾ 6. ആംഗിൾ 6 എവിടെയാണ്? താഴെ നോർമലിന് വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റഡ് റേയുമായിട്ട് ഇടയിൽ വരുന്ന ആംഗിൾ. അതായത് നോർമലിൻ്റെയും ആ റിഫ്രാക്റ്റഡ് റേയുടെയും ഇടയിൽ വരുന്ന ആ ഒരു ആംഗിളിനെയാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതിനിടയിൽ തന്നെ നോക്കണം, വേറെ ഇതിൻ്റെ ഇടയിൽ നോക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് നോർമൽ എന്ന് പറയുമ്പോഴത്തേക്കും നെയിമിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ സിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി എൻ ഡാഷ് അങ്ങനെ വരണം, അല്ലെങ്കിൽ എൻ ഡാഷ് ബി സി. അപ്പോൾ ആദ്യം ഞാൻ സിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം സി ബി എൻ ഡാഷ് എന്ന് നെയിം ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ നെയിമിങ് എങ്ങനെ പോവും? എൻ ഡാഷ് ബി സി, എൻ ഡാഷ് ബി സി. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം. രണ്ട് ഓപ്ഷൻസും ഉണ്ട്. അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് മീഡിയത്തിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, ഫിഗർ വെച്ചിട്ട് ഡെൻസിറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് മീഡിയമാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് ആദ്യം ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്ക് നോക്കാം. നമ്മുടെ ഫിഗറിൽ നമുക്കിപ്പം കിട്ടുന്ന ഏക പോയിൻ്റ് എന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇമേജിൽ നിന്ന് കിട്ടുന്ന ഐഡിയ. സോ എങ്ങനെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? റിഫ്രാക്റ്റഡ് റേക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്തായിരുന്നു? കൂടുതൽ ആംഗിളായിരുന്നു. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഐയും ആറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻസിഡൻറ്റ് ആംഗിളായിരുന്നോ റിഫ്രാക്റ്റഡ് ആംഗിളായിരുന്നോ കൂടുതൽ? നമുക്ക് എന്താണ്, ഏതായിരുന്നു കൂടുതൽ? റിഫ്രാക്റ്റഡ് ആംഗിൾ എന്തായിരുന്നു? കൂടുതലായിരുന്നു രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലേ? അപ്പോൾ ആംഗിൾ എന്താണ്? എവേ ഫ്രം ദ നോർമൽ എന്ത് ചെയ്തു? ആംഗിളിന് ഡീവിയേഷൻ ഉണ്ടായി, ആംഗിൾ കൂടുതലായി. ആംഗിളിൻ്റെ വാല്യൂ എന്തായി? റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ആംഗിളിൻ്റെ വാല്യൂ കൂടി. സോ ആംഗിളിൻ്റെ വാല്യൂ കൂടണം എന്നുണ്ടെങ്കിൽ അവിടെ ആര് കൂടി കാണും? സ്പീഡ് എന്തായി കാണും? ഇൻക്രീസ് ആയി കാണും. സ്പീഡ് ഇൻക്രീസ് ആയതുകൊണ്ടാണ് ആംഗിൾ അത്രയ്ക്കും എന്ത് ചെയ്യുന്നത്? ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എഴുതാലോ. ആംഗിളും സ്പീഡും കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിലായിരിക്കും നമുക്ക് നല്ല സ്പീഡിലും പോകാൻ പറ്റും. ആംഗിളും നമുക്ക് എന്ത് ചെയ്യുക? കൂടുതൽ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുക. സോ ആ ആംഗിൾ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. എവേ ഫ്രം ദ നോർമലാണ്. ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം റിഫ്രാക്ഷന് ശേഷം ആംഗിളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ വന്ന് തട്ടിയിട്ട് അത് റേ ഡീവിയേറ്റ് ചെയ്ത് പോയി. അത് എവേ ഫ്രം ദ നോർമലാണ് ഡീവിയേറ്റ് സംഭവിച്ചത്. അപ്പോൾ ആംഗിൾ കൂടുതലാണ്, സ്പീഡ് കൂടുതലാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായാലും ഇത് രണ്ടും കൂടുതലായ സ്ഥിതിക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ താഴത്തെ മീഡിയം, സെക്കൻഡ് മീഡിയം, അതായത് ആ സെപ്പറേഷൻ ലൈനിൻ്റെ താഴെ വരുന്ന മീഡിയം എന്ന് പറയുന്നത് എന്ത് മീഡിയമാണ്? ഇതൊരു റെയറർ മീഡിയമാണ്. RARER ആണ്, റെയറർ മീഡിയമാണ്. ഒപ്റ്റിക്കലി റെയറർ ആയിട്ടുള്ള ഒരു മീഡിയമാണ് താഴെയുള്ളത്.
ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് നമ്മുടെ ആംഗിൾ വെച്ചിട്ട് മാത്രമേ നമുക്ക് ആ മീഡിയം പറയാൻ പറ്റൂ ഫിഗറിൽ നിന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ആംഗിൾ നോക്കി പറയുക. ഇനി ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിന് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ്? റെയറർ മീഡിയം ഉണ്ട്, ഡെൻസർ മീഡിയം ഉണ്ട്. ഒപ്റ്റിക്കലി റെയറർ മീഡിയം ഉണ്ട്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഉണ്ട്. രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ റെയറർ മീഡിയത്തിനാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. റെയറർ മീഡിയത്തിനാണ് എന്ത് കുറവ്? ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം. ഡെൻസിറ്റി കൂടിയ മീഡിയം നമ്മൾ ഡെൻസർ മീഡിയം എന്നും പറയുന്നു. സോ താഴത്തെ മീഡിയം എന്താണ്? റെയറർ മീഡിയമാണ്. അപ്പോൾ മേളത്തെ മീഡിയം എന്താണ്? ഒബ്വിയസ്ലി അവിടെ എന്താണ്? അതൊരു ഡെൻസർ മീഡിയമാണ്. അതുകൊണ്ടാണ് താഴോട്ട് വന്നപ്പോൾ ഇത്രയ്ക്കും ഒരു ആംഗിൾ ഡീവിയേഷൻ ഉണ്ടായത്. സ്പീഡ് കൂടി, ആംഗിളും കൂടി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്